ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് 12 ഹർഫുകളാണ്, 12 അക്ഷരം. മുഹമ്മദുർ റസൂലുള്ളാഹ് അതും 12 ആണ്. 12 24. ഒരു പകൽ 12, ഒരു രാവ് 12. ആ 24-നെ നിയന്ത്രിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ 24-ആണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന 24, ചന്ദ്രനെ നിയന്ത്രിക്കുന്ന 24, കടലും കരയും നിയന്ത്രിക്കുന്ന 24, നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ ഓരോ മൈക്രോ സെക്കൻഡിലും നിയന്ത്രിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിശ്വാസം നമ്മുടേത് പരിപൂർണമായിരിക്കും. എങ്ങനെ പരിപൂർണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലും മുഹമ്മദുർ റസൂലുള്ളാഹിയിലുമുള്ള 24 അക്ഷരങ്ങൾ അറബി അക്ഷരമാലകൾ നോക്കിയാൽ നമുക്കറിയാമല്ലോ, പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളി ഇല്ലാത്തതുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 24 ഹറഫുകളിൽ ഒറ്റ ഹറഫും പുള്ളി ഇല്ലാത്തതാണ്, അല്ലേ? അതിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രത്യക്ഷത്തിൽ തന്നെ സ്ഫടിക സ്ഫുട സമാനമാണ്. അറബി അക്ഷരമാലകളെ പുള്ളി വേർതിരിച്ചിട്ട് ഒരു ബാഇനെ തിരിച്ചറിയാൻ എന്ത് മതി? ഒരു ചെറിയ പുള്ളി, ഒരു ഡോട്ട് പെണ്ണുകൊണ്ട് ഒരു കുത്തു കൊടുത്താൽ മതി, അല്ലേ? അത്ര ഒരു കുത്തുള്ളത് പോലും ഏതിൽ വന്നില്ല? നമ്മുടെ ഈ 24-ൽ വന്നില്ല. എന്താണത് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യക്ഷ ആശയം? നമ്മൾ വിശ്വസിക്കുന്ന ഈമാൻ, ആ ഈമാന് പുഴുക്കുത്ത് വന്നുകൊണ്ട് അത് ഫലമില്ലാതാകാൻ ഒരു ചെറിയ പുള്ളി മതി, അത് നഷ്ടപ്പെട്ടു പോകാൻ. ഒരു പാത്രത്തിൽ നിറയെ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു തുള്ളി മൂത്രം വീണാൽ അത് മുഴുവനും നശിച്ചോ ഇല്ലേ? ഈമാനുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 വളരെ സ്ഫടിക സ്ഫുട സമാനമാണ്, ഒരു പുള്ളിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു പുള്ളിയില്ല. ഹൃദയത്തിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഈമാനിന്റെ വെളിച്ചം അത്രയധികം പരമപരിശുദ്ധമായിരിക്കണം. എങ്കിൽ അതിന്റെ ഗുണം ഇരുട്ടിലും ലഭിക്കും, വെളിച്ചത്തിലും ലഭിക്കും, സന്തോഷത്തിലും ലഭിക്കും, ദുഃഖത്തിലും ലഭിക്കും, ക്ഷാമത്തിലും ഉണ്ടാകും, ക്ഷേമത്തിലും ഉണ്ടാകും. അത് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലേ എങ്കിൽ പിന്നെ വേറൊരു രീതിയുണ്ട്. അതെന്താണ്? നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, ആ വീട് പണി കഴിപ്പിച്ചപ്പോൾ അതിലേക്ക് കരണ്ട് കിട്ടണോ കിട്ടണ്ടേ? നമ്മൾ അപേക്ഷ കൊടുത്തു, കരണ്ട് പാസ്സായി, ട്രാൻസ്ഫോമറിൽ കരണ്ടുണ്ട്, മീറ്ററിൽ കരണ്ടുണ്ട്, സർവീസ് വയറിൽ കരണ്ടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് കരണ്ട് കിട്ടി. ഇപ്പൊ നമ്മളെ വീടിന്റെ അഡ്രസ് എന്താണ്? ഇലക്ട്രിക് ഓഫീസിൽ കരണ്ടുള്ള വീടാണ്, പുറത്തിങ്ങനെ പോകുന്ന കരണ്ടുള്ള വീടാണ്. പക്ഷേ ആ വൈദ്യുതി കിട്ടിയിരിക്കുന്ന വീട്, അതൊക്കെ സന്തോഷം. പക്ഷെ നമ്മൾ വീട്ടിന്റെ അകത്ത് കയറി ഒരു സ്വിച്ച് ഓൺ ചെയ്തു, ബൾബ് കത്തുന്നില്ല. മറ്റേ സ്വിച്ച് ഓൺ ചെയ്തു, ട്യൂബ് കത്തുന്നില്ല. മറ്റേ സ്വിച്ച് ഓൺ ചെയ്തു, ഫാൻ കറങ്ങുന്നില്ല. അപ്പൊ നമ്മളെ ഭാര്യക്ക് തോന്നി ഓളൊന്നാണ് സ്വിച്ച് ഇട്ട് നോക്കിയാലോ. ഓള് അടുക്കളയിൽ പോയിട്ടൊന്ന് നന്നാക്കിയാണ് അമർത്തി വെച്ചു നോക്കി, മോട്ടർ വർക്ക് ചെയ്യണില്ല. ആൾക്കാരുടെ അഡ്രസ്സിലോ ഇലക്ട്രിക് ഓഫീസിലോ ഒക്കെ നമ്മുടെ വീട് കരണ്ട് കിട്ടിയ വീടാണ്. മീറ്ററിൽ കരണ്ട് ഉണ്ടോ അല്ലേ? മീറ്ററിൽ കരണ്ടുണ്ട്. ട്രാൻസ്ഫോമറിൽ കരണ്ടുണ്ടോ അല്ലേ? അവിടെ കരണ്ടുണ്ട്, അവിടെ ഒക്കെ കരണ്ടുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൽ ബൾബ് കത്തുന്നില്ല. ഈ കരണ്ട് കൊണ്ട് എന്താ കാര്യം? ഈ കരണ്ട് കൊണ്ട് എന്താ കാര്യം? ആളുകൾക്കിടയിൽ അഡ്രസ് പറയുമ്പോൾ അമ്മദാജിന്റെ അവിടെ കരണ്ട് കിട്ടിയോ? കിട്ടി. കൂറ്റമ്പാർ ഉസ്താദിന്റെ അവിടെ കരണ്ട് കിട്ടിയോ? കിട്ടി. ബൾബ് കത്തുന്നുണ്ടോ? ഇല്ല. ട്യൂബ് കത്തുന്നുണ്ടോ? ഇല്ല. ഫാൻ കറങ്ങുന്നുണ്ടോ? ഇല്ല. ഈ കരണ്ട് കൊണ്ട് എന്താ കാര്യം? ഇനി നമ്മളിലേക്ക് വരാം. നബിയുല്ലാഹി ആദം
ഖലീലുല്ലാഹി ഇബ്രാഹിം, കലിമുല്ലാഹി മൂസ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദമു നബിയുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ അവിടെ നിന്ന് ആ കരണ്ട് ഇങ്ങനെ പോന്നു അല്ലേ. അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ ട്രാൻസ്ഫോമറുകളിലൂടെ കരണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വല്യമ്മാക്ക് കിട്ടി, നമ്മുടെ വല്യപ്പാക്ക് കിട്ടി അല്ലേ. അപ്പൊ നമ്മുടെ പോസ്റ്റ്മേൽ കരണ്ട് റെഡിയാണ്. ആ വല്യമ്മയിൽ നിന്നും വല്യപ്പയിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടി, സർവീസ് വയർ റെഡിയാണ്. അവിടെ നിന്ന് ആ ഉമ്മ വാപ്പമാർക്ക് ജനിച്ചിരിക്കുന്ന മക്കൾ എന്ന നിലക്ക് നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ വലത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ് തുടങ്ങി. അത് അവസാനിക്കുമ്പോൾ അല്ലാഹ് അവസാനിച്ചു, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഈമാൻ ആകുന്ന വൈദ്യുതി, ഒരു ഉദാഹരണത്തിന് ഈമാൻ ആകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയമാകുന്ന മീറ്ററിൽ എത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നാം കളവ് പറയാൻ മടിക്കുന്നില്ല. കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കളവ് പറയുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. മീറ്ററിൽ കറണ്ട് ഉണ്ട്, ബൾബ് കത്തുന്നില്ല. മറ്റൊരിക്കൽ നമ്മളെ കണ്ണുകൊണ്ട് ഹറാമായത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ നോക്കണത് ഹറാമിലേക്കാണോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നോക്കണത് അല്ലേ. മീറ്ററിൽ കറണ്ടുണ്ട്, ട്യൂബ് കത്തുന്നില്ല. നമ്മളെ കൈ കൊണ്ട് ഹറാമിലേക്ക് നമ്മൾ കൈ നീട്ടുകയാണ്, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ തെറ്റ് ചെയ്യാണ്. മീറ്ററിൽ കറണ്ടുണ്ട്, ഫാൻ കറങ്ങുന്നില്ല. പിന്നെ എന്താണാവോ ആ ഈമാന് കൊണ്ട് ഫലം കിട്ടുക? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ നിങ്ങളോടും എന്നോടും ചോദിക്കണം. വീട്ടിൻ്റെ അകത്ത് ബൾബും കത്തൂല, മോട്ടറും വർക്ക് ചെയ്യൂല, AC വർക്ക് ചെയ്യൂല. മീറ്ററിൽ നോക്കുമ്പോഴോ മീറ്ററിൽ കറണ്ട് ഉണ്ട്. ഇലക്ട്രിക് ഓഫീസിൽ പോയി നോക്കുമ്പോഴോ ഒരു കറണ്ട് തന്നും ചെയ്തിരിക്കണം. ഈ കറണ്ട് കൊണ്ട് എന്താ കാര്യം? ഇവിടെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഈമാനിനെ നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം, ആ പ്രഭ, അത് പ്രോജ്വലിച്ചു നിൽക്കണം. നമ്മുടെ കണ്ണിൽ, നമ്മുടെ മൂക്കിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ കാതിൽ, നമ്മുടെ കൈകളിൽ, നമ്മുടെ കാലുകളിൽ, ഹൃദയത്തിൽ നിന്ന് അതിന്റെ പ്രകാശം ഇങ്ങനെ. അപ്പൊ ഹറാമിലേക്ക് നോക്കുമ്പോൾ അല്ലാഹ് അങ്ങോട്ട് നോക്കാൻ പാടില്ലല്ലോ. അല്ലാഹ് ഹറാം പറയാനൊരുങ്ങുമ്പോൾ അതെനിക്ക് പറ്റില്ലല്ലോ. ഹറാമ് പിടിക്കാനൊരുങ്ങുമ്പോൾ അതെനിക്ക് പറ്റില്ലല്ലോ. ഈ അവസ്ഥയിലുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഈ ഈമാനുള്ള ഒരു തലമുറ എക്കാലത്തും ഇവിടെ നിലനിൽക്കാൻ കുടുംബ വ്യവസ്ഥിതി ഇസ്ലാം വെച്ചു. അല്ലാഹു നമുക്ക് നല്ല ഖൈറ് തരട്ടെ.